കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hi everyone. So today we are going to look into IGNOU Focus 6.0, which is an ultimate analysis of previous year question papers of IGNOU. Okay, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് IGNOUന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അല്ലെങ്കിൽ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. And the paper we are going to look today is BEGC 102, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ വി ഹാവ് പ്രിപ്പയർഡ് അൻ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇവിടെ നമ്മുടെ കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ആൻഡ് 8 ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ഡിസംബർ 2021 മുതൽ ഡിസംബർ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇവിടെ നോക്കുന്നത്. ആൻഡ് ക്രോസ് റെഫറൻസ്ഡ് വിത്ത് SLM, അതേപോലെ തന്നെ 2025-26 അസൈൻമെന്റ്. ആൻഡ് ഈ ഗൈഡ് നിങ്ങളെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും ഏതൊക്കെയാണ് ഏറ്റവും ഹൈ യീൽഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് മനസ്സിലാക്കാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് മോഡൽസും അവൈലബിൾ ആയിരിക്കും ഇവിടെ. ആൻഡ് ആക്ച്വൽ എക്സാം ഫോർമാറ്റിൽ തന്നെയായിരിക്കും അതുണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങളുടെ ഫൈനൽ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ കൂടി എവിടെയാണ് എന്താണ് നിങ്ങൾ എക്സാക്ട്ലി ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റേഷനിലൂടെ മനസ്സിലാവുന്നതാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എക്സാം പാറ്റേൺസ് മനസ്സിലാക്കാം, ഹൈ യീൽഡ് സിലബസ് മാപ്സും കാണാം, അതേപോലെ തന്നെ പ്രോബബിലിറ്റി കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം, ആൻഡ് 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റും അതേപോലെ തന്നെ ഒരു ആൻസർ റൈറ്റിംഗ് ടൂൾ കിട്ടുമായിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ റിവിഷൻ ആണെങ്കിൽ കൂടി ഈ ഒരു ഗൈഡ് നിങ്ങളെ എന്ത് മാറ്റർ ചെയ്യുന്നു അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്, you have to stay calm, stay focused, and keep in mind your preparation is a process, not a panic. Okay, and let us walk through this together. And how to use this deck. ഇവിടെ നിങ്ങളുടെ കറന്റ് പ്രിപ്പറേഷൻ അനുസരിച്ച് നിങ്ങൾ ഒരു പാത്വേ ചൂസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പാത്ത്, അതായത് ദ 48-hour റെസ്ക്യൂ പ്ലാൻ. 48-hour റെസ്ക്യൂ പ്ലാനിൽ നിങ്ങൾ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് പാസ് ആവണം എന്നുള്ള ആളുകൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പാത്താണ് 48-hour റെസ്ക്യൂ പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ സെക്ഷൻ 5ലേക്ക് പോവുക, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്. ഓക്കെ, അതിൽ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക. ആൻഡ് അവിടെ നിങ്ങൾക്ക് ഫയർ ഇമോജി കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് പ്രോപ്പറായിട്ട് പഠിക്കുക. അതാണ് 8 എക്സാം സെഷൻസിലും മോസ്റ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത്. ഓക്കെ, അപ്പൊ അത് ഫോക്കസ് ചെയ്ത് ഫസ്റ്റ് പഠിക്കുക. ഓക്കെ, 48-hour റെസ്ക്യൂ പ്ലാനിലേക്ക് വരുമ്പോൾ ദെൻ വി ഹാവ് പാർട്ട് 2, ദ 2-week സ്ട്രാറ്റജിക് റിവിഷൻ. 2-week സ്ട്രാറ്റജിക് റിവിഷനിൽ നിങ്ങൾക്ക് SLMs വായിച്ചിട്ടുണ്ട്, ഒരു ടാർഗറ്റഡ് റിവിഷൻ വേണം എന്നുള്ളവരാണ് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെക്ഷൻ 4 ഹൈ യീൽഡ് സിലബസ് മാപ്പ് എന്നാണ്. ആൻഡ് 3 stars കൊടുത്തിട്ടുള്ളതും 2 stars കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള യൂണിറ്റ്സ് ഫസ്റ്റ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നവർ ചെയ്യേണ്ടത്. ആൻഡ് ദെൻ വി ഹാവ് പാർട്ട് 3, ദ കോംപ്രഹെൻസീവ് മാസ്റ്ററി റൂട്ട്. ഇവിടെ 70 മാർക്സ് പ്ലസ് അല്ലെങ്കിൽ 70 above മാർക്സ് വേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കവറേജ് അല്ലെങ്കിൽ അതിന് എയിം ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് ഈ ഒരു മെത്തേഡ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ PYQA സെക്ഷൻ 1 to 8 പ്രോപ്പർലി മാർക്ക് ചെയ്യുക, പ്രോപ്പർലി വായിക്കുക. ആൻഡ് ദെൻ നോട്ട്സ് നിങ്ങൾ പോകുന്നതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. നൗ എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ. ഓക്കെ, എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ. ഇവിടെ
BGC 102-ന്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറും നോക്കുന്നത്. ഓക്കെ, ആൻഡ് എക്സാം അറ്റ് എ ഗ്ലാൻസ്. നമുക്കറിയാം ഇറ്റ്സ് 100 മാർക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, നിങ്ങൾക്ക് ടോട്ടൽ 100 മാർക്സിനാണ് ഈ ഒരു കോഴ്സ്, ഈ ഒരു സബ്ജക്ട് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന hours എന്ന് പറയുന്നത് 3 hours ആണ്. ഓക്കെ, മൊത്തം ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് 3 hours ആണ്. യുൽ ബി ഹാവിംഗ് 14 to 16 questions. ഇവിടെ 5 marks questions, 10 marks question ആൻഡ് 20 marks questions ആണ് ഉണ്ടാവുക. ആൻഡ് ഈ ഒരു പാറ്റേണിൽ കൂടുതലായിട്ടും അതായത് ഒരു 8 പേപ്പേഴ്സിൽ 7 പേപ്പറും ഒരു 3 സെക്ഷൻ ഫോർമാറ്റിലാണ്. അതായത് സെക്ഷൻ എ ഉണ്ടാവും. സെക്ഷൻ എയിൽ 6 ഷോർട്ട് നോട്ട്സിൽ 4 നിങ്ങൾ ആൻസർ ചെയ്യണം. ആ 4 5 മാർക്സ് വെച്ചിട്ട് അങ്ങനെ 20 മാർക്സ് ആണ് മൊത്തം സെക്ഷൻ എയിൽ വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് സെക്ഷൻ ബി. സെക്ഷൻ ബിയിൽ 4 മീഡിയം ആൻസേഴ്സിൽ 2 എഴുതേണ്ടത്. 2 10 മാർക്സ് ഈച്ച് വന്നിട്ട് 20 മാർക്സ് ആണ് മൊത്തം വരുന്നത്. ആൻഡ് ദെൻ സെക്ഷൻ സി ആണ് വരുന്നത്. ഇതിൽ 3 5 6 ലോങ് എസ്സേസ് എഴുതാണ് വേണ്ടത്. 3 20 മാർക്സ് ഈച്ച് ആണ് വരുന്നത്. അതിന് മൊത്തം 60 മാർക്സ് നിങ്ങൾക്ക് ഇവിടെ നിന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നുള്ള രീതിക്കാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, ആൻഡ് December 2023 മാത്രം ഒരു അൺയൂഷ്വൽ 2 സെക്ഷൻ ഫോർമാറ്റ് വന്നിരുന്നു. അതെന്താന്ന് വെച്ചാൽ സെക്ഷൻ എയിൽ 20 മാർക്സിന്, സെക്ഷൻ ബിയിൽ 80 മാർക്സിന് ഇങ്ങനെ വന്നിരുന്നു. ഓക്കെ, അതായത് 2 10 മാർക്ക് വെച്ചിട്ട് സെക്ഷൻ എയിൽ, അതായത് 20 മാർക്സ് അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. സെക്ഷൻ ബിയിലേക്ക് വന്നപ്പോൾ 4 20 മാർക്സിന് വെച്ചിട്ട് അങ്ങനെ 80 മാർക്സ് അവിടെയും അങ്ങനെയും വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ജസ്റ്റ് ഫോർ 2023 ഡിസംബർ. ഓക്കെ, ഇതൊരു ഡീവിയേഷൻ ആയിരുന്നു. സബ്സിക്വന്റ് പേപ്പേഴ്സ് 3 സെക്ഷൻ ഫോർമാറ്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ സെക്ഷൻ എ കൺസിസ്റ്റന്റ്ലി ടെസ്റ്റ് ചെയ്യുന്നത് പാസേജ് ഐഡന്റിഫിക്കേഷൻ ആണ്. അതായത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. അതായത് അവിടെ ഏത് സിറ്റുവേഷനിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലനേഷൻ, അതാണ് സെക്ഷൻ എയിൽ. അതേപോലെ തന്നെ ലിറ്റററി ടേംസ് ആയിട്ടുള്ള കഥാസിസ്, പെരിപെച്ചിയ, അനഗ്നോറസിസ്, ഹമേഷ്യ, മിമസിസ് ഒക്കെ ഇങ്ങനത്തെ ലിറ്റററി ടേംസിന്റെ ഡെഫിനിഷൻസും സെക്ഷൻ എയിൽ കണ്ടുവരാറുണ്ടായിരുന്നു. ഓക്കെ, നൗ എക്സാം പാറ്റേൺ ബ്ലൂ പ്രിന്റിലേക്ക്, പേപ്പർ ബ്ലൂ പ്രിന്റിലേക്ക് വരുമ്പോൾ സെക്ഷൻ എയിൽ നമ്മൾ പറഞ്ഞു ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് 20%. ഓക്കെ, ആൻഡ് ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ മീഡിയം അനലറ്റിക്കൽ ആൻസേഴ്സ്, ഇത് 20% തന്നെയാണ് വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് സെക്ഷൻ സി ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ്, അത് 60% അതാണ് വരുന്നത്. നൗ ഹൈ ഈൽഡ് സിലബസ് മാപ്പ്, അതായത് ഫ്രീക്വൻസി അനുസരിച്ച് ഏത് യൂണിറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. ഓക്കെ, എവിടെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ഫോക്കസ് ചെയ്യുക. സോ വി ഹാവ് എ ടയർ സിസ്റ്റം ഹിയർ. ഫസ്റ്റ് 3 stars വരുന്നത് ഹൈ ഈൽഡ് ആണ്. അതായത് ഓൾമോസ്റ്റ് എവറി സെഷനിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്, പാസ് ആവണമെങ്കിൽ വെരി ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ മീഡിയം ഈൽഡ് ആണ് വരുന്നത്. ദെൻ 2 stars. ഓക്കെ, ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയറൻസ് ഉണ്ട്, നല്ലോണം സ്കോർ ചെയ്യണം എന്നുള്ളതിന് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദെൻ വി ഹാവ് ലോ ഈൽഡ്, ഒക്കേഷണലി അപ്പിയർ ചെയ്യുന്നത്. ഒരു കോംപ്രഹെൻസീവ് കവറേജിനാണ് ഏറ്റവും നല്ലത് ലോ ഈൽഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നൗ അലക്കേറ്റ് സ്റ്റഡി ടൈം 50% നിങ്ങൾ ആർക്ക് തന്നെ കൊടുക്കണം? ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസിന്, അതായത് 3 stars. ഓക്കെ, നിങ്ങളുടെ ടൈമിന്റെ 50% അവിടെ തന്നെ കൊടുക്കുക. ദെൻ 30% മീഡിയം ഈൽഡിന് കൊടുക്കുക. ആൻഡ് ദെൻ 20% ലോ ഈൽഡിന് കൊടുക്കുക. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഒരു ടൈം അലക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ഹാവ് ബ്ലോക്ക്, യൂണിറ്റ് ടൈറ്റിൽ എന്നുള്ള രീതിക്ക്, അതേപോലെ തന്നെ ഫ്രീക്വൻസി, ലേറ്റസ്റ്റ് ആയിട്ട് എവിടെ അപ്പിയർ, ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തു, ഏത് ടയറാണ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നൗ ഫസ്റ്റ് വൺ, ബ്ലോക്ക് 1 യൂണിറ്റ് 1 അപ്രോച്ചിങ് ദ ഇലിയഡ്, ദ എപ്പിക് ആൻഡ് ദ ഹോമറിക് ട്രഡീഷൻ. ഫ്രീക്വൻസി 7 times ആണ്. ഓക്കെ, ഈ ഒരു യൂണിറ്റ് ടൈറ്റില് 7 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് December 2025 ആൻഡ് കംസ് അണ്ടർ ഹൈ ഈൽഡ് ടയർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ ഇത്. ആൻഡ് ദെൻ വി ഹാവ് ബ്ലോക്ക് 1 യൂണിറ്റ് 2, ദ ഹോമറിക് ഹീറോ. ഹോമറിക് ഹീറോ വന്നിട്ടുള്ളത് 6 times ആണ്. ഓക്കെ, ഇതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 6 ആണ്. December 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. And it comes under medium yield tier. Okay, and then we have block 1 unit 3, war in the Homeric age, honor versus horror. ഇത് 7 times ആണ് ഇതിന്റെ ഫ്രീക്വൻസി വരുന്നത്. June 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഹൈ ഈൽഡ് ടയറിലാണ് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, and then we have block 1 unit 4,
towards a political ethics, moral philosophy or cultural norms. ഇത് ഫ്രീക്വൻസി 3 ടൈംസ് ആണ്. ഡിസംബർ 2025 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ലോയിൽഡ് ടയറിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഗ്രീക്ക് തിയേറ്റർ മേജർ പ്ലേ റൈറ്റ്സ്. 8 പ്രാവശ്യമാണ് ഇതിന്റെ ഫ്രീക്വൻസി. ഓക്കെ, ഇറ്റ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 8. ആൻഡ് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഡിസംബർ 2025 കംസ് അണ്ടർ വെരി ഹൈൽ ടയർ. ഓക്കെ, അപ്പൊ അത്രയും പ്രോപ്പർ ആയിട്ട് അതൊക്കെ പഠിക്കുക കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ബ്ലോക്ക് 2 യൂണിറ്റ് 2 ഇഡിപ്പസ് റെക്സ് സമ്മറി ആൻഡ് അനാലിസിസ്. ഇതും ഫ്രീക്വൻസി 8 ആണ്. ഡിസംബർ 2025 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതും പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഇഡിപ്പസ് റെക്സ് ആൻഡ് അരിസ്റ്റോട്ടിൽസ് 3 യൂണിറ്റീസ്. 6 ടൈംസ് ആണ് ഇതിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ലാസ്റ്റ് വന്നത് ഡിസംബർ 2025 കംസ് അണ്ടർ മീഡിയം ടയർ. And then we have block 2 unit 4 Oedipus Rex, a classical and a modern tragedy. Appearance 6 times ആണ്. ജൂൺ 2025 ലാസ്റ്റ് വന്നിട്ടുള്ളത്. comes under medium tier. And then we have block 2 unit 4 Oedipus Rex, a classical and a modern tragedy. 6 times an appearance. ജൂൺ 2025 ലാസ്റ്റ് വന്നിട്ടുള്ളത്. comes under medium tier. Then we have block 3 unit 1 Roman comedy. 6 times ആണ് frequency. ഡിസംബർ 2024 ലാസ്റ്റ് വന്നിട്ടുള്ളത്. comes under medium tier. Then we have block 3 unit 2 pot of gold 1. frequency 6 times ആണ്. ലാസ്റ്റ് വന്നിട്ടുള്ളത് ഡിസംബർ 2025 comes under medium yield tier. And then we have block 3 unit 3 pot of gold 2. ഫ്രീക്വൻസി 6 ടൈംസ് ആണ്. ഡിസംബർ 2025 ലാസ്റ്റ് വന്നിട്ടുള്ളത്. comes under medium yield tier. block 3 unit 4 pot of gold critical perspectives. 6 ടൈംസ് ആണ് ഇതിന്റെ അപ്പിയറൻസ്. ഡിസംബർ 2025 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. comes under medium yield tier. ഇനി വരുന്നത് block 4 unit 1 Roman literature and introduction. 3 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. comes under low yield tier. Then വരുന്നത് block 4 unit 2 Horace life and works. 1 time ആണ് frequency. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. comes under low tier. ഇനി block 4 unit 3 വരുമ്പോൾ Horace textual analysis of satire 1-4. അത് 8 ടൈംസ് ആണ് ഫ്രീക്വൻസി വരുന്നത്. ആൻഡ് ഡിസംബർ 2025 ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഹൈ yield tier ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാതെ. ആൻഡ് ദെൻ വി ഹാവ് ബ്ലോക്ക് 4 യൂണിറ്റ് 4 Ovid ലൈഫ് ലിറ്ററേച്ചർ വർക്ക്സ് ആൻഡ് ബാക്കസ് ബുക്ക് 3. ഇതിൽ 6 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 ലാസ്റ്റ് വന്നിട്ടുള്ളത്. ആൻഡ് comes under medium yield tier. Now block 4 unit 5 Pyramus and Thisbe 3 Philomela book 4 and 6. ഇത് ഡിസംബർ 2022 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 ടൈംസ് ആണ് ഫ്രീക്വൻസി വരുന്നത്. comes under low yield tier. ആൻഡ് നമ്മളിപ്പോ പറഞ്ഞ ഫ്രീക്വൻസീസിന്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് പ്രോപ്പർ ആയിട്ട് നോക്കുക. അതിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ബ്ലോക്ക് 2 യൂണിറ്റ് 2 അതേപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 3 ഒക്കെ അങ്ങനെ തന്നെ പഠിക്കുക. അതേപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഒക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കുക കേട്ടോ. വെരി ഹൈ yield ഈ ഓറഞ്ച് റെഡ് കളറിൽ വന്നിട്ടുള്ളത്. ഡാർക്ക് റെഡിൽ വന്നിട്ടുള്ളത് ഇറ്റ്സ് വെരി ഹൈ yield. ആൻഡ് ദെൻ യെല്ലോ അല്ലെങ്കിൽ ഗോൾഡ് വരുന്നത് മീഡിയം yield ആണ്. ബ്ലൂ വരുന്നത് ലോ yield ആണ് കേട്ടോ. Now we have unit frequency overview. Repeated ആയിട്ടുള്ള എക്സാം ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് 5 ടൈംസ് വരുന്നത് Helen's lament to Hector passage. Then Peripetia literary term 4 times. Characteristics of an epic Iliad 4 times. Ending of pot of gold 3 times. Style of Horatian satire 3. Emotion and meaning in tragedy 3. Hector and Achilles a protagonist 3. War, honor versus horror, Iliad 3. Fall of Oedipus, fate versus free will 3. 3 unities in Oedipus Rex 3. Okay, ഇതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ്. ഓക്കെ, ഇത് പ്രോപ്പർ ആയിട്ട് പഠിക്കുക. Now, golden question bank, high probability questions, curated highlights. ഇതിലേക്ക് വരുമ്പോൾ ഗ്രീക്ക് തിയേറ്റർ മേജർ പ്ലേ റൈറ്റ്സിൽ
ഇവിടെ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ കഥാർസിസ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫയർ വന്നിട്ടുള്ളത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആ ഫയർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ കഥാർസിസ് ആണ് ഫസ്റ്റ് വൺ. ദെൻ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ പെരിപെറ്റിയ, അതും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിലുള്ളതാണ്. ആൻഡ് ദെൻ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ അനഗ്നോറസിസ്, അതും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ആൻഡ് ദെൻ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹമേർഷ്യ. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെയൊക്കെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സ് നിങ്ങൾക്ക് PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ സ്കോറിംഗ് ഫ്രെയിംവർക്കും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. നൗ വാട്ട് ഇൻ ദ ഹോംറിക് ഏജ്, ഓണർ വേഴ്സസ് ഹൊറർ. 4 ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് മോസ്റ്റ് റിപ്പീറ്റഡ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, how does war bring about honor as well as horror? Discuss with reference to the Iliad. That's most repeated question. Then, does the Homeric concept of war differ from our present day attitude towards war? Give a recent answer. And then, next question, discuss the notion of honor in the Iliad. Give examples from the text. Tragedy, next question, tragedy blends emotion and meaning. Discuss with reference to Iliad. War in the Homeric age, honor versus horror. 4 important questions ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് വെരി മച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും സ്കോറിംഗ് ഫ്രെയിംവർക്കും ലേൺവൈസിന്റെ PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Now, Oedipus Rex summary and analysis. ഇതിലേക്ക് വരുമ്പം why does Oedipus accuse Creon of a conspiracy? Explain. അതാണ് question. Why does Oedipus accuse Creon of a conspiracy? Explain. The next question എന്ന് പറയുന്നത് discuss the role of the chorus in Oedipus Rex. Next വരുന്നത് what according to the chorus is the condition of the city of Thebes? Who reports the conditions of Thebes? Examine the moment of anagnorisis in Oedipus Rex. Give examples. Okay, ഇങ്ങനെയാണ് Oedipus Rex summary and analysis എന്നുള്ള questions വരുന്നത്. Okay, now we have Oedipus Rex, a classical and a modern tragedy. ഇതിൽ 2 most repeated question. First എന്ന് പറഞ്ഞാൽ who is responsible for the fall of Oedipus? Fate or Oedipus himself? Give a recent answer. Okay, fate ആണോ Oedipus ആണോ Oedipusന്റെ ഫാളിന് റെസ്പോൺസിബിൾ എന്നുള്ളത് നിങ്ങളുടെ റീസൺസ് വെച്ചിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു അഗ്രി ദാറ്റ് ഇമോഷൻ ആൻഡ് മീനിങ് ആർ ബ്ലെൻഡഡ് ടുഗെദർ ഇൻ എ ട്രാജഡി? ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു Oedipus Rex. Next question, can Oedipus Rex be called a tragedy of all times? Why? Next വന്നിട്ടുള്ളത്, examine the role of fate and destiny in Oedipus Rex. ഓക്കെ, ഇതിന്റെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും സ്കോറിംഗ് ഫ്രെയിം വർക്ക്സും PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നൗ വി ഹാവ് റോമൻ കോമഡി. റോമൻ കോമഡിയിലേക്ക് വരുമ്പോൾ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. First question, analyze the native Italian traditions and their impact on Roman comedy. The next one, write a brief note on the closing of theaters and the end of classical drama. Next, what do you understand by new comedy? Analyze its connections with the emergence of drama in Rome. Now, next question, write a detailed note on the Fescennine verse form. Next, Horace textual analysis of satire 1-4. Comment on the style of Horatian satire. That is most repeated question. Then elucidate the positive values that Horace represents in his sermons or satires. Next question, did Horace's father have any impact on Horace becoming a satirist? Elaborate. Or discuss the relationship between Horace and his father based on satire 1-4. Next, discuss Horace's choice of tone in his satires. ഇതിൻ്റെയൊക്കെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും സ്കോറിംഗ് ഫ്രെയിംവർക്സും ലേൺവൈസിന്റെ PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നൗ ദ ഹോംറിക് ഹീറോ. ഹോംറിക് ഹീറോയിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 1 ഇസ് മോസ്റ്റ് റിപ്പീറ്റഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് റിപ്പീറ്റഡ് വരുന്നത്. അതെന്താന്ന് നോക്കാം. വുഡ് യു അഗ്രി ദാറ്റ് ബോത്ത് ഹെക്ടർ ആൻഡ് അക്ലസ് have claims for being the protagonist of the epic?
Give a recent answer. Now, next question. Who is the hero of Iliad? Discuss. പിന്നെ വരുന്നത് write an essay on the heroic attributes of the Homeric world. Explain with examples from the Iliad. And ഇതിലും നിങ്ങൾക്ക് ഫുൾ ആൻസർ ബ്ലൂപ്രിന്റ്സും സ്കോറിംഗ് ഫ്രെയിംവർക്സും ഇൻ PYQ ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ ലേൺവൈസിന്റെ. നെക്സ്റ്റ് പോട്ട് ഓഫ് ഗോൾഡ് 1 3 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ഡിവൈസസ് യൂസ്ഡ് ടു പ്രൊജക്ട് യൂക്ലിയോ ആസ് എ മൈസർ? What were the implications of the marriage proposals in Pot of Gold? Next question. Examine the significance of the slaves in Pot of Gold. Any Ovid Life Literature Works and Bacchus Book 3 ൽ വരുന്നത്. Would you consider Ovid's Metamorphosis to be an epic? If yes, how does it differ from the conventional epic? Next question. What prophecy does Cadmus hear after killing the serpent? Or write a note on the myth of Bacchus and the clash over his worship. Next question വരുന്നത്. Comment on the literary value of metamorphosis and explain how it has influenced later writers. Or why did Ovid's Metamorphosis have such a powerful impact on subsequent literature and art? Next വരുന്നത് approaching the Iliad, the epic and the Homeric traditions ആണ്. ഇതിൽ 2 questions ആണ് കൊടുത്തിട്ടുള്ളത്. One is most repeated. First question എന്താന്ന് നോക്കാം. Discuss the characteristics of an epic with reference to the Iliad. Iliadന്റെ റെഫറൻസ് യൂസ് ചെയ്തിട്ട് ഒരു എപ്പിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഔട്ട്ലൈൻ ദ സ്റ്റോറി ഓഫ് ദ ഇലിയഡ് ഇൻ ബ്രീഫ്. ഓക്കെ, ഇലിയഡിന്റെ സ്റ്റോറി ബ്രീഫായിട്ട് ഔട്ട്ലൈൻ ചെയ്യുക എന്നുള്ളതാണ്. നൗ നിങ്ങൾക്ക് 2 പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് ആണ്, അതായത് 2 ഫുൾ മോക്ക് പേപ്പേഴ്സ് ആണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ്, ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ലേൺവൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. പ്രാക്ടീസ് സെറ്റ് എ പ്രെഡിക്റ്റീവ് പേപ്പർ മോഡറേറ്റ് ഡിഫിക്കൽട്ടി ആണ്. ആൻഡ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് പാറ്റേൺസിൽ വെച്ചിട്ടാണ്, അതായത് എക്സാം സെഷൻസിലും വന്നിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇത് നോക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ എയില് 4/5 20 മാർക്സ്. ഓക്കെ, 4 into 5 = 20 മാർക്സിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് എന്താ വരുന്നത്? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ or explain with reference to the context any 4 of the following in about 100 words each. 100 wordsൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് ആണ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ വരുന്നത് പെരിപെച്ചിയ, ബി കഥാർസിസ്, സി you are the one hit hardest by the fighting, Hector, you more than all and all for me, ho that I am, and this blind man Paris. ഇത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് ആണ്. മറ്റേത് പെരിപെറ്റിയും കഥാർസിസും ഷോർട്ട് നോട്ട് ആണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ഡി അനഗ്നോറിസിസും ഷോർട്ട് നോട്ട് ചെയ്ത എന്നുള്ളതാണ്. ഇനി ഇയിലേക്ക് വരുമ്പോൾ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് ആണ്. ആൻഡ് ഓഫ് ദ ചിൽഡ്രൻ inmates of his home he shall be proved the brother and the sire of her who bare him son and husband both, co-partner and assassin of his sire. And then F like വരുമ്പോൾ unity of time. Okay, right short note on unity of time. ഇതിൽ 4 എണ്ണാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, 100 വേർഡ്സിലാണ് ആൻഡ് ഓരോന്നിനും 5 മാർക്സ് ആണ് വരിക കേട്ടോ. മൊത്തം 20 മാർക്സ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ എയിൽ സ്കോർ ചെയ്യാം. ദെൻ വി ഹാവ് സെക്ഷൻ ബി. 2 എണ്ണാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓരോന്നിനും 10 മാർക്സ് ആണ് വരുന്നത്. മൊത്തം 20 മാർക്സിനാണ് ഇവിടെ. ആൻസർ any 2 of the following in about 250 words each. ഓക്കെ, 250 വേർഡ്സിൽ 2 എണ്ണത്തിനാണ് ആൻസർ ചെയ്യേണ്ടത്. എ discuss the characteristics of an epic with reference to the Iliad. And then B comment on the style of Horatian satire. C comment on the ending of the pot of gold. D examine the role of fate and destiny in Oedipus Rex. ഓക്കെ, ഇത്രയാണ് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക. ദെൻ വി ഹാവ് സെക്ഷൻ സി. 3 എണ്ണാണ് എഴുതേണ്ടത്. ഓരോന്നിനും 20 മാർക്സ് ആണ്. യു വിൽ ബി സ്കോറിംഗ് 60 മാർക്സ് ഫ്രം ദിസ് സെക്ഷൻ. ഓക്കെ, ആൻസർ any 3 of the following in about 500 words each. ഓക്കെ, ഓരോന്നിനും 500 വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത്. വിൽ സ്റ്റാർട്ട് വിത്ത് എ. Who is responsible for the fall of Oedipus? Fate or Oedipus himself? Give a recent answer. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ അത് എഴുതി നോക്കുക. Then we have B. How does war bring about honor as well as horror?
discussed with reference to the Iliad. Then C, does the pot of gold shed light on the position of women in society, particularly with reference to the system of dowry? Give instances. ഇനി വരുന്നത് D ആണ്. Would you agree that both Hector and Achilles have claims for being the protagonist of the epic? Give a recent answer. ഇനി ഇയിലേക്ക് വരുമ്പം illustrate the role of 3 unities in Oedipus Rex. ഓക്കെ, ഇങ്ങനെയാണ് സെക്ഷൻ സി വരുന്നത് കേട്ടോ. ഡു ട്രൈ ദിസ് ഔട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇനി പ്രാക്ടീസ് സെറ്റ് ബി പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്, ഹയർ ഡിഫിക്കൽറ്റി ആണ്. ഓക്കെ, അതായത് ലെസ് ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസും പോർട്ടബിൾ ക്വസ്റ്റ്യൻസ്, അസൈൻമെന്റ് സിഗ്നൽസും ഗ്യാപ്പ് അനാലിസിസ് ഒക്കെ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ടൈം നിങ്ങൾക്ക് അറിയാം 3 hours ആണ്. മാക്സിമം സ്കോർ വരുന്നത് 100 ആണ്. 4 questions സെക്ഷൻ എ എന്നും സെക്ഷൻ ബിന്ന് 2, സെക്ഷൻ സിന്ന് 3 ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സെക്ഷൻ എയിലേക്ക് വരുമ്പോൾ 4 into 5 which is 20 marks ആണ് വരുന്നത്. Write short notes on or explain with reference to context any 4 of the following in about 100 words each. A. Hamertia. B. Mimesis. C. Goddess. Sing me the anger of Achilles. Peleus' son. That fatal anchor that brought countless sorrows on the Greeks. ഇനി ഡിയിലേക്ക് വരുമ്പോൾ when my good father taught me to be good, scarecrows he took of living flesh and blood. ഇനി ഇയിലേക്ക് വരുമ്പോൾ Bacchus arrived and the countryside rang with ecstatic cries. The crowds poured in. There were mothers and wives with their sons and husbands. ഇനി എഫിലേക്ക് വരുമ്പോൾ യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 4 എഴുതേണ്ടത് കേട്ടോ. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ആൻസർ എനി 2 of the following in about 250 words each. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ദ ഫെസ്കനിൻ വേഴ്സ് ഫോം. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ഫാസ്കനിസ് വേഴ്സ് ഫോം ആണ് ഫസ്റ്റ് വരുന്നത്. ഇനി ബിയിലേക്ക് വരുമ്പോൾ വാട്ട് അക്കോർഡിംഗ് ടു ദ കോറസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് സിറ്റി ഓഫ് തീബ്സ്, എക്സ്പ്ലെയിൻ. ഇനി സിയിലേക്ക് വരുമ്പോൾ ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൊറേസ് ആൻഡ് ഹിസ് ഫാദർ ബേസ്ഡ് ഓൺ സെറ്റയർ 1-4. ഇനി ഡിയിലേക്ക് വരുമ്പോൾ ഡു യു ഫൈൻഡ് എനി ട്രേസസ് ഓഫ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഫ്രം അതർ കൺട്രീസ് ഓൺ ദ ലിറ്ററേച്ചർ ഓഫ് റോം. ഇത്രയാണ് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൽ 2 നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നും 250 വേർഡ്സിലാണ്. ടോട്ടൽ 20 marks ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുക. ഇനി സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ 3 ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 20 marks ആണ്. ടോട്ടൽ നിങ്ങൾക്ക് 60 marks ആണ് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ആൻസർ എനി 3 of the following in about 500 words each. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 500 wordsനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ, can Oedipus Rex be called a tragedy of all times? Why? Then B, would you agree that emotion and meanings are blended together in a tragedy? Discuss with reference to Oedipus Rex. C, critically analyze Pot of Gold's assessment of the society of its time. Give examples. D, write a note on the myth of Bacchus and why there was a clash over his worship. And then E, do you agree with Plato's criticism that the Iliad refers no morals? Give a detailed answer. അത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. 2 പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. ഡു ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് തന്നെ എക്സാമിന് ഒരു കോൺഫിഡൻസ് കിട്ടാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി വരുന്നത് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. ഇവിടെ ഒരു സ്ട്രക്ചറിങ്, എങ്ങനെയാണ് എക്സാമിന്റെ ആൻസേഴ്സിന്റെ ഒരു സ്ട്രക്ചർ പോവേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക കേട്ടോ. ദ ഇൻട്രോ ബോഡി കൺക്ലൂഡ് ഫ്രെയിംവർക്ക്. ഓക്കെ, ഒരു 20 mark ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിന് എപ്പോഴും 500 to 600 words എയിം ചെയ്യുക. ഇൻട്രൊഡക്ഷനിൽ ഒരു 2 to 3 sentences, അതായത് കീ കോൺസെപ്റ്റ്സ് ഡിഫൈൻ ചെയ്യുക, എന്തുകൊണ്ടാണ് അത് മാറ്റർ ചെയ്യുന്നത് എന്ന് പറയുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആൻസറിന്റെ ഒരു സ്കോപ്പും ഇവിടെ സെറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ബോഡിയിലേക്ക് വരുമ്പോൾ 4 to 6 ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അതേപോലെ തന്നെ ഈ ഓരോ പോയിന്റ്സും യു ഷുഡ് ഡെവലപ്പ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്കൊരു ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷൻ അതിന് കൊടുക്കാൻ പറ്റണം. ആൻഡ് ടോപ്പിക് സെന്റൻസസ് യൂസ് ചെയ്യുക. SLM അല്ലെങ്കിൽ റിയലിസ്റ്റിക് സെനാരിയോസ് എന്നുള്ള എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
ദെൻ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു 2 to 3 സെന്റൻസിൽ കൺക്ലൂഡ് ചെയ്യുക, സിഗ്നിഫിക്കൻസ് റിട്രേറ്റ് ചെയ്യുക, ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മോഡേൺ റെലവൻസ് എന്താണ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുക മാക്സിമം, ആൻഡ് അത് കോൺഫിഡൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം. നൗ സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്. തിയറി ബേസ്ഡ് ആൻസേഴ്സിലേക്ക് വരുമ്പോൾ തിയറി കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഹൂ, വെൻ, വാട്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഇനി കോർ കോമ്പണൻസ് അല്ലെങ്കിൽ സ്റ്റേജസ് ഒക്കെ SLM ടെർമിനോളജി യൂസ് ചെയ്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുക, ലിമിറ്റേഷൻസ് ക്രിറ്റിസിസംസ് അഡ്രസ് ചെയ്യുക, മോഡേൺ പ്രാക്ടീസ് അല്ലെങ്കിൽ റിലേറ്റഡ് തിയറീസുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി വരുന്നത് ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യനിലാണ്. ഡിസ്കസിൽ ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ് വേണ്ടത്. അതായത് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് പ്രസന്റ് ചെയ്യണം, പ്രോസ് കോൺസ് അതിന്റെ ട്രേഡ് ഓഫ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കണം. പിന്നെ എക്സ്പ്ലെയിനിലേക്ക് വരുമ്പം ഡെപ്തും ക്ലാരിറ്റിയും വേണം. കോമ്പണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, എങ്ങനെയാണ് അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ കാണിക്കണം. ആൻഡ് ഒരു എക്സ്ട്രീം പൊസിഷൻ ഒരിക്കലും ഡിസ്കസ് ആൻസേഴ്സിൽ എടുക്കാൻ പാടില്ല. ട്രേഡ് ഓഫ്സ് എപ്പോഴും അക്നോളജ് ചെയ്തിരിക്കണം. ടൈം മാനേജ്മെന്റ് ഡ്യൂറിങ് ദ എക്സാം. ഇതിലേക്ക് വരുമ്പോൾ 5 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഓക്കെ, പ്രോപ്പർലി ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുക. നിങ്ങൾ ഏതിലാണ് കോൺഫിഡൻറ്റ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക അവിടെ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഈസിയാണ്, എനിക്കിത് നല്ലോണം എഴുതാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കാനുള്ള ഒരു ടൈമാണ് ഈ 5 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഈ 30 മിനിറ്റ്സ് ഓരോ ആൻസേഴ്സും എഴുതാൻ എടുക്കുക. ഇൻട്രൊഡക്ഷൻ, ബോഡി നമ്മൾ പറഞ്ഞ പോലെ ഒരു 4 to 6 ഡിസ്റ്റിങ് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. കൺക്ലൂഷൻ കൊടുക്കണം. ആൻഡ് ദെൻ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് 6 മിനിറ്റ്സ് എല്ലാ ആൻസറിനും ഒരു ക്ലാരിറ്റി ഉണ്ടോന്ന് ഉള്ളത് റിവ്യൂ ചെയ്യുക. മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, കറക്ഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെയ്യുക ഇവിടെ. ആൻഡ് 15 മിനിറ്റ്സ്, ലാസ്റ്റ് 15 മിനിറ്റ്സിൽ എല്ലാ ആൻസേഴ്സും ഒന്ന് ഫൈനൽ റിവ്യൂ നടത്തുക. അവിടെ സ്മോൾ കറക്ഷൻസ് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ അത് മൊത്തം റീറൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യരുത്. ഓക്കെ, ആൻഡ് ദെൻ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഒരു വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള 400 വേർഡ് ആൻസർ ആണ്. വെറുതെ റാംപിൾ ചെയ്യുന്ന ഒരു 800 വേർഡ് ആൻസറിനേക്കാളും സ്കോർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് എവിടെ അവൈലബിൾ ആണ്? ലേൺവൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. പ്രാക്ടീസ് സെറ്റ് എൻ്റെയും പ്രാക്ടീസ് സെറ്റ് ബീൻ്റെയും അതേപോലെ തന്നെ എല്ലാ ആൻസർ ബ്ലൂ പ്രിന്റ്സും ഉള്ള ഒരു PBQ ബുക്ക്ലെറ്റും അതേപോലെ തന്നെ ആൻസർ പ്രസന്റേഷൻ എക്സാം സ്ട്രാറ്റജിൻ്റെ ഒക്കെ ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആൻഡ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാക്സിലേക്കും നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതാണ് കേട്ടോ. ആൻഡ് വാട്ട് ഡു യു അൺലോക്ക് ഇൻസൈഡ് ലേൺവൈസ്? നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ് എൻ്റെയും പ്രാക്ടീസ് സെറ്റ് ബീൻ്റെയും ആൻസേഴ്സ് കിട്ടും. കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് കിട്ടും. അവിടെ ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഉണ്ടാവും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും. പിന്നെ എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്സ് ലേറ്റസ്റ്റ് സെഷനിൽ നിന്ന് ക്യൂറേറ്റ് ചെയ്തെടുത്തത് വരുന്നുണ്ട്. ആൻഡ് ആൻസർ പ്രസന്റേഷനിലും സ്കോറിങ്ങിലും നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർഡ് ഗൈഡൻസ് കിട്ടുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റൽ സപ്പോർട്ടും ഉണ്ടാകുന്നതാണ്. ലേൺവൈസ് അഡ്വാൻസ്ഡ് എക്കോസിസ്റ്റം, ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്കുള്ള ആക്സസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ആൻഡ് യു ക്യാൻ ജോയിൻ ത്രൂ കോൾ ഓർ വാട്സ്ആപ്പ് ബൈ ദിസ് നമ്പർ. ആൻഡ് നിങ്ങളെ എൻറോൾമെന്റിനും പ്രിപ്പറേഷനും ഒക്കെ ഗൈഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് നൗ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ TEE. ഹാവ് എ വണ്ടർഫുൾ എക്സാം. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ധൈര്യത്തോടെ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന അത്രയും പ്രിപ്പയർ ചെയ്യുക. ആൻഡ് മേക്ക് ഇറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. ഹാവ് എ വണ്ടർഫുൾ എക്സാം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.